ഹബേമുസ് പാപ്പാം നമുക്കൊരു പാപ്പിയെ ലഭിച്ചിരിക്കുന്നു. സിസ്റ്റീൻ ചാപ്പലിൽ നിന്നുയർന്ന വെളുത്ത പുകയ്ക്ക് ശേഷം ലോകം കാത്തിരുന്ന ആ പേരിത വെളിപ്പെട്ടിരിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ ഇടയനായി അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഇനി മുതൽ ലിയോ 14 എന്നറിയപ്പെടും. കോൺക്ലേവ് കൂടി രണ്ടാം ദിനമാണ് 267ാമത്തെ പാപ്പയെ തിരഞ്ഞെടുത്തത്. യുഎസിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് 69കാരനായ കർദിനാൾ റോബർട്ട് പ്രേവോ. 1955 സെപ്റ്റംബർ 14 ചിക്കാഗോയിൽ ലൂയിസ് മാരിയസ് പ്രേവോയുടെയും മിൽഡ്രഡ് മാർട്ടിനസിന്റെയും മകനായി ജനിച്ചു. പിതാവ് ഫ്രഞ്ച്, ഇറ്റാലിയൻ വംശജനായ നാവികസേനാ ഉദ്യോഗസ്ഥനും മാതാവ് സ്പാനിഷ് വംശജയായ ലൈബ്രറിയനുമായിരുന്നു. 2 സഹോദരന്മാരുണ്ട്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ്, സ്പാനിഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച്, പോർച്ചുഗീസ് എന്നീ ഭാഷകളിൽ പരിജ്ഞാനമുണ്ട്. കൂടാതെ ലാറ്റിൻ, ജർമ്മൻ ഭാഷകൾ വായിക്കാനും കഴിയും. കർദിനാൾ റോബർട്ട് പ്രേവോ 1973-ൽ ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിൻ മൈനർ സെമിനാരിയിൽ സെക്കൻഡറി പഠനം പൂർത്തിയാക്കി. 1977-ൽ വില്ലനോവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി. പുരോഹിതനാകാൻ തീരുമാനിച്ച പ്രേവോ 1977 സെപ്റ്റംബറിൽ ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിൻ സന്യാസ സഭയിൽ ചേർന്നു. 1978 സെപ്റ്റംബറിൽ തന്റെ ആദ്യ വ്രതം എടുത്തു. 1981 ഓഗസ്റ്റിൽ നിത്യവ്രതം സ്വീകരിച്ചു. അടുത്ത വർഷം 1982-ൽ ചിക്കാഗോയിലെ കാത്തലിക് തിയോളജിക്കൽ യൂണിയനിൽ നിന്ന് മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി ബിരുദം കരസ്ഥമാക്കി. 1982-ൽ പുരോഹിതനായി 3 വർഷത്തിനു ശേഷം 30 വയസ്സിൽ പെറുവിലേക്ക് കർമ്മ മണ്ഡലം മാറിയെങ്കിലും യുഎസിലേക്ക് മടങ്ങിവരിക പതിവായിരുന്നു. മാർപ്പാപ്പയെ തിരഞ്ഞെടുപ്പ് സ്വീകരിക്കുന്നുവോ എന്ന് അദ്ദേഹത്തോട് സമ്മതം ചോദിച്ച ശേഷം എല്ലാ കർദിനാൾമാരും നിയുക്ത പാപ്പായോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചു. തുടർന്ന് അദ്ദേഹം ലിയോ 14 എന്ന നാമം തിരഞ്ഞെടുക്കുകയും പാപ്പായുടെ സ്ഥാനവസ്ത്രങ്ങൾ അണിയുകയും ചെയ്തു. ഏറ്റവും മുതിർന്ന കർദിനാൾ ഡീക്കനായ ഫ്രഞ്ചുകാരനായ കർദിനാൾ ഡൊമിനിക് മാമ്പർട്ടിയാണ് പാപ്പയെ തിരഞ്ഞെടുത്ത കാര്യം ഹബേമൂസ് പാപ്പാം നമുക്കു പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നു പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തെ അറിയിച്ചത്. തുടർന്ന് നിയുക്ത പാപ്പ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കായുടെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട് റോമ നഗരത്തിനും ലോകം മുഴുവനും ആശീർവാദം ഉർബി എത്ത് ഓർബി നൽകി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്നായിരുന്നു ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തി പോപ്പ് എന്ന നിലയിലെ വിശ്വാസികളോടുള്ള ലിയോ 14 ആദ്യവാക്കുകൾ. പെറുവിൽ മിഷണറിയായി നിരവധി വർഷങ്ങൾ ചെലവഴിച്ചതിനാലും നിലവിൽ പെറു പൗരത്വമുള്ളതിനാലും അദ്ദേഹത്തെ ലാറ്റിൻ അമേരിക്കക്കാരനായും കണക്കാക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലം സഭയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾക്ക് തുടർച്ചയാകുമെന്നാണ് കരുതപ്പെടുന്നത്.